ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ സേഫ് ഗെയിമേഴ്സ് ആരെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന പേരാണ് ഒനിയിൽ, അഭിലാഷ്, സാബുമാനൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടതിൽ കുറച്ചേറെ കണ്ടു കാണും അഭിലാഷ് ഒനിയിലും ജിസേലിനെ ആര്യനെ കുറിച്ച് പറയുന്നത്. അതായത് ഒനിയിൽ ഇന്നലെ ലൈവിലും ഇത് കുറച്ച് നേരം കാണിച്ചിരുന്നു. അതായത് ഒനിയിൽ പറയുന്നുണ്ട് ഇവർ തമ്മിൽ ഇപ്പോൾ ഭയങ്കര മുട്ടലാണല്ലോ, രണ്ടുപേരും ഇവിടെ കോംബോ കളിയാണ് നടക്കുന്നതെന്നൊക്കെ പറയുന്നു. അഭിലാഷ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് രാവിലെ ബിന്നി ഇതിനെക്കുറിച്ച് പറയുന്നു. ഈ സീസണിൽ കോംബോ കളിച്ച് നടക്കുന്നത് ഇവരാണ്. ഇങ്ങനെ കുറച്ച് ആൾക്കാർ എല്ലാ സീസണിലും വരും, ഒന്നും ചെയ്യാതെ നിന്നിട്ട് കോംബോ കളിച്ച് ഓട്ടും കൊണ്ട് പോകും. അതിപ്പോൾ നമ്മളൊക്കെ, അതായത് ഞാനൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ ഗെയിം കളിക്കാൻ ഇവിടെ കഷ്ടപ്പെട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഗെയിം കളിച്ച് പോകാൻ കുറച്ച് പേര് വരുന്നതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഉറപ്പായിട്ടും പോകണം, അടിച്ച് കളയണോടെ അളിയാന്നൊക്കെ അഭിലാഷ് ഒനിയലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഒനിയലും അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇവർ ഈ കോംബോ കളിയൊന്നും ഇവിടെ നടക്കത്തില്ല, രണ്ടുപേരെ ആരെങ്കിലും ഒരാൾ പോയേ പറ്റത്തുള്ളൂ. പിന്നീട് അഭിലാഷ് പറയുന്നുണ്ട് ആര്യനെ അവളെ ഒരു കറക്റ്റ് അടിമയാക്കി വെച്ചേക്കുകയാണ്, അവൻ നല്ലോണം ഗെയിം കളിക്കുന്ന ആളാണ്, ഇപ്പോൾ ജിസയിൽ അടിമയാക്കി വെച്ചേക്കുകയാണ്, അതുകൊണ്ട് അവൻ പുറത്ത് പോകണം തന്നെയാണ് നല്ലത്. അതും പറഞ്ഞ് ഞാൻ അവനെ നോമിനേറ്റ് ചെയ്തെന്നൊക്കെ ഒനിയിൽ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ബിഗ് ബോസ് കണ്ടിട്ട് തോന്നിയിട്ടുള്ളതിൽ വളരെ ജെന്യൂനായിട്ടൊരു ഫ്രണ്ട്ഷിപ്പുള്ള രണ്ട് വ്യക്തികളാണ് ആര്യനും ജിസയിലും. ഈ ഹൗസിൽ തുടക്കം മുതൽ തന്നെ ഇന്ന് വരെയും അവർക്കിടയിൽ ഒരു ലവ് കോംബോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും. പിന്നെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ് ആര്യനും ജിസയിലും. മാത്രമല്ല ഇവരിപ്പോൾ ഈ പറയുന്ന ഈ ഡ്രസ്സ് കഴുകി കൊടുക്കുന്നൊക്കെ കാര്യങ്ങൾ ഈ ജിസേലിൻ്റെ കൈക്ക് പരിക്ക് പറ്റി. ഒരു 10 സ്റ്റിച്ചോളം ജിസേലിൻ്റെ കൈക്ക് ആ ടാസ്കിൻ്റെ ഇടയിൽ പരിക്ക് പറ്റിയിരുന്നു. ഇതിന് ശേഷമാണ് ജിസേലിന് ആര്യൻ ഡ്രസ്സ് കഴുകി കൊടുക്കാൻ തുടങ്ങിയത്. ഇതിന് മുമ്പ് ജിസേൽ ആര്യൻ്റെ പ്ലേറ്റും ആര്യനെ ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തിരുന്നു. മാത്രമേ ആര്യൻ്റെ കാര്യങ്ങളൊക്കെ ജിസേൽ ചെയ്ത് കൊടുത്തിരുന്നു. ആ സമയത്ത് ഇങ്ങനത്തെ ടോക്കൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ആര്യൻ അത് ചെയ്ത് കൊടുക്കുമ്പം അവൻ അടിമയാണ് അങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമായിട്ട് തോന്നുന്നു. അവർ പരസ്പരം നന്നായി കെയർ ചെയ്യുന്ന രണ്ട് സുഹൃത്തുക്കളാണ്, അവർ സഹായിക്കുന്നതായിട്ടേ തോന്നിയിട്ടുള്ളൂ. മാത്രമല്ല ഗെയിമിൽ ഇത്രയൊക്കെ കോംബോ കളിക്കാനാണെങ്കിൽ അവർക്കറിയാം അവർ ഭയങ്കര നെഗറ്റീവാണ്. വൈൽഡ് കാർഡ് വന്നപ്പോൾ തന്നെ ആര്യൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആര്യയും ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പുറത്ത് ഭയങ്കര വള്ളിക്കേസാണെന്നാണ് അറിയപ്പെടുന്നത്, ഭയങ്കര നെഗറ്റീവാണ് എനിക്ക്, പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നൊക്കെ അന്നേ ആര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഷോഫയൊക്കെ വന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായത് വളരെ നെഗറ്റീവാണ് ഇവർക്ക് രണ്ടുപേർക്കും അറിഞ്ഞിട്ട് അവരതിൽ നിന്ന് പിന്മാറാതെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവർ വളരെ ജെന്യൂനായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് മാത്രമാണ്. സോ ആ രീതിയിൽ അവരെ പറയുന്നത് വളരെ മോശമായിട്ട് തോന്നി. ഏതായാലും അഭിലാഷിനെയും ഒനിയലിനേക്കാൾ ഫാർ ബെറ്റർ ഗെയിമേഴ്സാണ് ജിസയിലും ആര്യനും. അവർ ഇൻഡിവിജ്വലായിട്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന, എല്ലാ ഗെയിമും നല്ല രീതിയിൽ കളിക്കുന്ന രണ്ട് വ്യക്തികളാണ്. അവരൊരു ഫ്രണ്ട്ഷിപ്പിനെ ആ രീതിയിൽ കണ്ടവരെ ഗെയിമിനെ മോശമായിട്ട് കാണാൻ പറ്റത്തില്ല. മാത്രമല്ല ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് എല്ലാവരും പല PR ടീംസ് ആക്രമിക്കുന്നതായിട്ട് തോന്നിയൊരു കണ്ടസ്റ്റൻ്റാണ് ആര്യൻ വളരെ നല്ല രീതിയിലുള്ള ഗെയിം കളിക്കുന്ന വളരെ ഫിയർലെസ് ആയിട്ടൊരു ഗെയിമറാണ്. പക്ഷേ ഈ സീസണിൽ അനുമോളുടെയും ഷാനവാസിൻ്റെയും അനീഷിനെയൊക്കെ എതിരെ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണെന്ന് അറിയില്ല, വളരെയധികം നെഗറ്റീവ് PR ആര്യനെതിരെ നടക്കുന്നുണ്ട്. ആര്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ആര്യൻ വളരെ ജെന്യൂനായിട്ട് കുറച്ച് പൊട്ടത്തരോ മണ്ടത്തരോ ഒക്കെ പറയുന്നെങ്കിൽ വളരെ ജെന്യൂനായിട്ട് ഒരു ട്രൂ ആയിട്ട് റിയലായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് തോന്നിയത്. ഒരു മലയാളം ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു ഗെയിമർ അങ്ങനെ അധികം വന്നിട്ടില്ല. അതായത് പുറത്ത് നെഗറ്റീവ് ഒന്നും നോക്കാതെ ഇപ്പം എനിക്ക് തോന്നുന്ന പോലെ ഗെയിം കളിക്കുന്ന ഒരു പക്ക BB മെറ്റീരിയലാണ്. പുറത്ത് മറ്റേ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ആയിരുന്നെങ്കിൽ ആര്യന് വളരെ നല്ല രീതിയിലൊരു ജനപ്രീതി കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ ഗെയിമേഴ്സിനെ അവിടുത്തെ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ മലയാളി ഓഡിയൻസാണ് ഇങ്ങനെ നന്നായി ഗെയിം കളിക്കുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഹൗസിൽ സാബുമോനൊക്കെ നിൽക്കുമ്പോൾ ആര്യൻ എവിക്റ്റായി പോകുമെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് തോന്നും. കാരണം അത്രയും നല്ല ഗെയിം കളിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രീതി എന്ന് വെച്ചാൽ മറ്റുള്ള ഇപ്പോൾ അനുമോള് എവിക്ഷനിൽ വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് ഓൺലൈനിലൊക്കെ കുറച്ച് ന്യൂസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അതായത് ആര്യനെ എവിക്റ്റ് ചെയ്യാൻ വേണ്ടി അനുമോളുടെ ടീംസ് ബാക്കിയുള്ളവർക്ക് വോട്ട് കൊടുക്കണം, സാബുമോനെ പോലുള്ളവർക്കൊക്കെ വോട്ട് കൊടുത്ത് അവർ മുന്നിലോട്ട് വരും, ഗെയിം കളിക്കുന്ന ആര്യനെ പോലുള്ള ആൾക്കാരൊക്കെ വെളിയിലേക്ക് പോകും. പക്ഷേ അതൊക്കെ വളരെ സങ്കടകരമായി. കാരണം നമ്മൾ ഗെയിം കാണുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുകയാണെങ്കിൽ ആര്യനും ജിസേലിനെയൊക്കെ പോലുള്ള ഗെയിം കളിക്കുന്ന ആൾക്കാർ അവിടെ നിൽക്കട്ടെ. മാത്രമല്ല ഇപ്പോൾ അഭിലാഷ് ഒനിയലിനെ പോലെ സേഫ് ഗെയിം കളിക്കുന്നവരൊക്കെ അവിടെ നിൽക്കുമ്പോൾ ആര്യനൊക്കെ പോകുന്നതിന് ഒട്ടും അർഹതയില്ലാത്ത രീതിയിലാണ് തോന്നുന്നു. സോ നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ ആര്യനെ പോലൊരു ഗെയിമേഴ്സൊക്കെ നിൽക്കാൻ വേണ്ടി അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം.